നോക്കി ഇപ്പോൾ ടെക്സ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തില്ലേ, ആ താഴത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കെട്ടിക്കിടക്കണം. ആ കാണാം. അപ്പോൾ 3D ടെക്സ്റ്റ് ഇതെല്ലാം പ്രീസെറ്റ്സാണ്. ഓ ജസ്റ്റ് റോ ഏതാണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. വേറെ ഒന്ന് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ഓക്കെ ഇങ്ങനെ മണ്ടെന്ന് വന്നിരിക്കുന്ന കണ്ടോ ആ കാണാം. ആ രീതി. ഓക്കെ, നമുക്കിനി ഇന്ന് വേറെ സാധനം ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ മനസ്സിലായില്ലേ? ആ മനസ്സിലായി ബ്രോ. അതേപോലെ തന്നെ നമുക്ക് വേറെ സാധനമില്ല. ഈ ഗ്രൗണ്ട് തന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാം, ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ഗ്രൗണ്ട് ഞാൻ എടുത്തു. ഓക്കെ ഈ ഒരു ഗ്രൗണ്ട് ഞാൻ എടുത്തു. ഇവിടെ ക്രിയേറ്റ് സോളിഡ് കൊടുത്തു. ഓക്കെ കാണുന്നുണ്ടോ? ആ കാണാം ബ്രോ. ഇതിൻ്റെ അകത്ത് ഈ ഒരു പോയിന്റ് ഈ ഒരു ലെയർ ഇല്ലേ, ആ അത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ കാറ് മാത്രം മാസ്ക് കൊടുക്കാൻ പോകും. ഓക്കെ നമ്മൾ ചെയ്തില്ലേ ആ ഓട്ടോ ബ്രഷ് വെച്ച്, അത് വെച്ച് ഞാൻ കാറ് മാത്രം സെലക്ട് ചെയ്തിട്ട് മാസ്ക് ചെയ്യാൻ പോകും. ഓക്കെ ഡബിളിലേക്ക് വെക്കുക, എന്നിട്ട് വരും. എന്നിട്ട് ഫ്രീസ് കൊടുക്കും. ഓക്കെ നമുക്ക് അവിടെ ഇടേണ്ട ഫയൽ ആദ്യം തപ്പിയെടുക്കാം. ഇവിടെ ഒന്നുകൂടി അക്സെപ്റ്റ് ചെയ്യുമോ? ഓക്കെ എന്നെ ഡെസ്ക് ഗിയർ അവിടെ ആഡ് ചെയ്യാം. ഓക്കെ ഗിയർ എഫക്റ്റ് ആഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ആകാം. ആ ഡൗൺലോഡ് ആയി ബ്രോ. എന്നിട്ട് ഇതുണ്ട്, ഇതായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് റീകമ്പോസ് ചെയ്തിട്ട് റോട്ടോ എന്ന് പറഞ്ഞതാണ്. ഓക്കെ ഈ ഒരു ലെയർ മാത്രമായി. ഓക്കെ ഓക്കെ ഇപ്പം ഈ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇപ്പം ഡൗൺലോഡ് ചെയ്താൽ ഉള്ള ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യും. ഇത് ഞാനിത് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത സോളിഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കോപ്പിയാണ്, ഓക്കെ പൊസിഷനും എല്ലാം. എന്നിട്ട് ഇതിൽ 3D എനേബിൾ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യണം. ഇത് കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് പേസ്റ്റ് ചെയ്യണം. ഓക്കെ അത് അവിടെ പോയിരുന്നു. എന്നിട്ട് സോളിഡ് ഹൈഡ് ആക്കുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക, ബ്ലെൻഡ് കൊടുക്കുക, സ്ക്രീൻ കൊടുക്കുക. ഓക്കെ എന്നിട്ട് ഇത് നമുക്ക് വണ്ടിയുടെ അടിയിലേക്ക് കൊണ്ടിടാം. ഓക്കെ അപ്പം ഇത് വലുതാക്കുക, ഏകദേശം വണ്ടിയുടെ അടിയിലോട്ടാക്കിയിടുക. വ്യൂ ലെയറിൻ്റെ അടിയിലാക്കുമ്പോൾ വണ്ടിയിലോട്ടാകും. കണ്ടോ? ഓക്കെ 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 അടിയിലാകണ്ടോ? ആ കാണാം ബ്രോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വേറെ എഫക്റ്റ് കൂടി ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു ലെയറില്ലേ, ആ ഈ ഒരു ക്ലിപ്പില്ലേ, അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് മറ്റേ മാസ്ക് ചെയ്തെടുക്കത്തില്ലേ ഇതിൻ്റെ തുടക്കത്തേത്, ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ജസ്റ്റ് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ടൈം കൊടുത്ത് ഫീസ് കൊടുത്ത് നമ്മൾ മണ്ടയിലത്തെ ഭാഗം മാത്രം കട്ട് ചെയ്യത്തില്ലേ, ഓക്കെ ആ കാറ് മാത്രം മറ്റേ കട്ടൗട്ട് ട്രാൻസ് ആ ചെയ്തില്ലേ, ആ ആ സെയിം സാധനം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നു. ഓക്കെ അപ്പോൾ ഞാൻ പൊസിഷൻ കൊടുത്തു, എന്നിട്ട് നീക്കിയിട്ടു, എന്നിട്ട് മണ്ടയിൽ നിന്ന് താഴത്തോട്ട് വരുന്നത് നോക്കാം. ഓക്കെ അങ്ങോട്ട് പോയി സെലക്ട് ചെയ്തു, ഈ ഫ്രെയിം എടുത്തു, പിന്നെ മോഷൻ ബ്ലർ തന്നെ ചെയ്തു. ഓക്കെ ഇനി ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ നമുക്കൊരു ഷേപ്പ് കൊടുക്കണം. അത് റോബോട്ട് ടിച്ച് 2 എന്ന് വന്നതാണ്. അതായത്
താഴത്തോട്ടാകുന്നില്ല. അല്ല അറിഞ്ഞൂടാ ബ്രോ, ഇത്രയാണ്. ഇത് പറഞ്ഞാടി ഈ ഒരു ഷേക്കാടി, അല്ലെങ്കിൽ അതിന് വരെ സ്റ്റാർട്ട് ആടി. ഓക്കെ. ഉണ്ടോ? ഓ കാണാം. മനസ്സിലായോ? ആ ബ്രോ. ബ്രോക്ക് സേബർ അറിയാലോ. ആ ലോഗോ സ്പിൻ ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിക്കാം. ഓക്കെ എന്നിട്ട് പിന്നെ കളറും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, ടൈം കൊടുത്തു, ഫ്രീസ് ഫ്രെയിം കൊടുത്തു, കുറച്ച് നീക്കി ഇട്ടു, ബാക്കിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ലോഗോ മാത്രം കട്ട് ചെയ്തിടണം. ഇതിന്റെ സെന്റർ പോയിന്റ് കറക്റ്റ് വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ലാസ്റ്റിലത്തെ പൊസിഷനിലോട്ട് പോയിട്ട് നമുക്ക് വേണ്ട പൊസിഷൻ 3D ഓണാക്കണം. ലാസ്റ്റ് പൊസിഷനിലിടാൻ ഷോർട്ട് കട്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഫസ്റ്റ് ഇടാൻ ലാസ്റ്റ് പൊസിഷനിലിടാൻ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ? സീറോ ഇല്ല, ഓ ഞെക്കിയാണ്. ഓക്കെ ഓക്കെ ഓ ഞെക്കുമ്പോൾ കറക്റ്റ് വരത്തില്ല. ജസ്റ്റ് നമുക്ക് ഒരു ഫ്രെയിം കൂടി ഇപ്പുറത്തോട്ട് നീക്കിയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. പൊസിഷൻ സ്കെയില് വേറെ എന്തൊക്കെയായിരുന്നു നമുക്ക് വേണ്ടത്? എന്താ ബ്രോ, വേറെ എന്തൊക്കെയായിരുന്നു വേണ്ടത്? പൊസിഷൻ സ്കെയില് പിന്നെ 3D. 3D. ഓക്കെ. അപ്പം ഇവിടെ ഫുൾ ഒരു കീ ഫ്രെയിം കൊടുത്തു, എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി ഇട്ട് മാറ്റി തന്നെ കൊടുക്കാം. ഓക്കെ. ആദ്യം നമുക്ക് എക്സ് തിരിക്കുമ്പോൾ അറിയാലോ നമുക്കിവിടെ വൈ റൊട്ടേറ്റ് ചെയ്യാം. ഒന്നുകൂടി ചിലപ്പോൾ റിക്വസ്റ്റ് വരും. ഓക്കെ അപ്പൊ നമ്മൾ തുടക്കം റൊട്ടേഷൻ കുറച്ച് ഇങ്ങോട്ട് നീക്കി. ഓക്കെ. ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ടു, എന്നിട്ട് പൊസിഷൻ കൊടുത്ത് നേരെ താഴത്തോട്ട് പോയി. ഓക്കെ. എന്നിട്ട് ഇങ്ങോട്ട് നീക്കി. ഓക്കെ. എന്നിട്ട് കുറച്ച് മുകളിലോട്ട് പൊക്കി. ഓക്കെ. കുറച്ച് നല്ല രീതിയിൽ പൊക്കി. ഓക്കെ. എന്നിട്ട് ഇത് തിരിച്ചു വന്നിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് സ്കെയിലും കൂടെ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ആനിമേഷൻ കിട്ടും. തുടക്കം സ്കെയിൽ കൊടുത്തു, ഇവിടുന്ന് കുറച്ച് നല്ലപോലെ വലുതായി വന്നു. ഓക്കെ. പ്ലസ് ഒരു 300 കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തിട്ട് എല്ലാം സെലക്ട് ചെയ്തിട്ട് F9 കൊടുക്കുക. ഓക്കെ. മോഷൻ ബ്ലർ ഓണാക്കുക. ഓക്കെ. നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റിയൊരു എഫക്റ്റ് ഒന്നെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേ സ്റ്റാർട്ട് തന്നെ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കുറച്ച് സാധനം കൂടി ഞാൻ അയച്ചു തരാനുണ്ടോ അങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ. ഈ പിച്ച് കൊടുക്കാം. വേറൊരു എഫക്റ്റ് ഉണ്ട്, അത് ഞാൻ പോയി അയച്ചു തരാം. ഓക്കെ ഓക്കെ. പിന്നെ ഉള്ള നമുക്ക് കളറിങ്ങിൻ്റെ അടുത്ത് പോവാം. ഓക്കെ. പോയി ആ ലുക്സ് അയച്ചു തന്നായിരുന്നു. അറിഞ്ഞോടാ ബ്രോ. ഒന്നുമില്ല, ഞാൻ ഇപ്പം അയക്കാം. ഒരു സെക്കൻഡേ. ഓക്കെ. ബ്രോ വാട്സപ്പ് നിർത്തി. വാട്സപ്പ് എൻ്റെ നെറ്റ് സ്ലോ. ഓക്കെ. അക്സെപ്റ്റ് ചെയ്യാൻ
ഓക്കെ എൻ്റെ ഒരു ഫ്രണ്ടാണ് നമുക്ക് അതുവരെ നമുക്ക് ലിമിറ്റിൻ്റെ അകത്ത് ഡിസ്റ്റൻസ്. ഓക്കെ അല്ല ബ്രോ ഇതിൻ്റെ അകത്തില്ല ഓൾറെഡി ഞാൻ ബ്രോയ്ക്ക് കുറച്ച് സീരീസ് ഇതിൻ്റെ അകത്ത് ആഡ് ആയിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ ജസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ട് ചിലപ്പോൾ ചില വീഡിയോയ്ക്ക് വെട്ടമൊക്കെ കൂടി എടുക്കത്തില്ല ബ്രോ. ആ അപ്പോൾ അതങ്ങനെ സെറ്റ് ഓക്കെ അപ്പോൾ മൗസ് അനക്കാനും പിടിക്കാം. ഓക്കെ മറ്റേ ആക്സെപ്റ്റ് കൊടുക്കുമല്ല ലക്ഷത്ത് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ഓക്കെ ഇത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് കയറുകൊണ്ട് ഈ അടിഭാഗം കുറച്ച് ഇങ്ങോട്ടാക്കുക. ഓക്കെ ഇച്ചിരി കൂടിപ്പോയി എനിക്ക് ഏറ്റവും സ്ലോ ആയിട്ടാണ്. എന്നിട്ട് ഈ രണ്ടാമത്തെയും ആ ഒരു ഫ്ലോയിൽ തന്നെ ഇരിക്കണം. ഇങ്ങനെ ഒടിഞ്ഞും മടങ്ങിയിരുന്നാൽ കറക്റ്റ് ആകത്തില്ല. ആ ഒരു ബെൻഡ് കറക്റ്റ് ആണോ. ഓക്കെ 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 എന്നിട്ട് ഇതിൻ്റെ മറ്റേ ഓരോരുത്തർ സ്റ്റാറ്റസ് എഡിറ്റ് ചെയ്യത്തില്ലേ ആ ആ രീതിയിൽ ഒരു സി സി ആഡ് ചെയ്യാം. ഓക്കെ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് സി സി ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഞാൻ കുറച്ച് സി സി അയച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ആഡ് ചെയ്യാം. ഒരു ഫയൽ അയക്കും. അത് ഇൻസ്റ്റാൾ ചെയ്താൽ സാധനം വർക്ക് ആവും. ഓക്കെ ഓക്കെ ഒരു സെക്കൻഡ് ഒരു 20% അതൊരു ഇത്ര ആണ് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടില്ല ഇപ്പോൾ കേൾക്കത്തില്ല സൗണ്ട് പറഞ്ഞോ. ഡൗട്ടില്ല ബ്രോ. ഹലോ ബ്രോ ഇപ്പോൾ കേൾക്കാവോ? ഹലോ ഇല്ല ഇപ്പോൾ കേൾക്കാവോ? പറഞ്ഞോളൂ. എന്താ കേൾക്കാവോ? ആ കേൾക്കാം. ആ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടില്ല. ഡൗട്ടെന്ന് ചോദിക്കാം ബ്രോ. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ഹെഡ്ലൈറ്റിൻ്റെ കൂടി നോക്കിട്ടോ. ഓക്കെ ഈ ഒരു ഹെഡ്ലൈറ്റ് ഇല്ലേ ആ ഈ ഒരു ഹെഡ്ലൈറ്റ് ബ്രോ ഇതിൽ സ്ലോ മോഷൻ ആഡ് ചെയ്തിട്ടില്ല. സ്ലോ മോഷൻ ഇടക്കിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഈ ഹെഡ്ലൈറ്റ് മാത്രമായിട്ടൊന്ന് റോട്ടോ ബ്രഷ് ചെയ്തെടുക്കാം. ഓക്കെ ആ ചിലപ്പോൾ ഇങ്ങനെ തന്നെ വരും ബ്രോ. ചിലപ്പോൾ നമ്മൾ റോട്ടോ ബ്രഷ് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കാണിക്കാം ഫ്രെയിം. കേൾക്കത്തില്ല ബ്രോ സൗണ്ട് കുറവാണ്. ചിലപ്പോൾ നമ്മൾ റോട്ടോ ബ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്ലാക്ക് സ്ക്രീനിൽ പോകും. അത് ഇപ്പം ഈ നീല ലൈൻ ഈ ഫ്രെയിമിലാക്കിയാണല്ലേ അപ്പം കറക്റ്റ്. ഓ ഞാൻ അത് ഒരു ഹെഡ്ലൈറ്റ് മാത്രമായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പോകും. ഓക്കെ ಇದು ಬೇಡ ಸಿನಿಮಾಟಿಕ್ ಬರ್ತದೆ ಹಿಂಗೆ ಸಿನಿಮಾಟಿಕ್ ಬರ್ತದೆ ബ്രോ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം വാട്സപ്പ് എടുത്ത്. ഓക്കെ
ഈ ഹെഡ്ലൈറ്റിന്റെ പറഞ്ഞിട്ട് മറ്റേ കളറിലോട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ, ഈ ഒരു ഹെഡ്ലൈറ്റ് ഇപ്പം ഞാൻ മാർക്ക് ചെയ്തിട്ടേക്കല്ലേ, ആ ഇത് മാത്രം. ഓക്കെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു റൈസ് എന്ന് പറഞ്ഞ എഫക്റ്റ് കൊടുക്കാം. ഇതിൽ റൈസ് എഫക്റ്റ് എന്നാണ് നടക്കുന്നത്. ഓക്കെ അപ്പം ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ രീതി എങ്ങോട്ട് വേണം, ഈ ഒരു മൂവ്മെൻറ്റ് അത് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യണം. ഓക്കെ വീഡിയോയുടെ മൂവ്മെൻറ്റ് അങ്ങോട്ടാണ്, ബാക്കിലോട്ടാണ്. അപ്പം ഈ ഒരു പോയിന്റിൽ പിടിക്കണം. ആ ഓക്കെ ഓക്കെ ഈ ഒരു ലെവല് ഇവിടെ നമുക്ക് വേണ്ടത് ഈ ഒരു ലെവലിൽ തന്നെയാണ്. ഇപ്പം ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നുണ്ടോ, ഓക്കെ കാണാം. സെൻറ്റർ പോയിന്റ്. ആ ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ എത്തുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം ഏകദേശം കുറച്ച് മാറിയാൽ മതി. ഓക്കെ അത് കൊടുത്ത് നീങ്ങുന്നുണ്ടോ. ആ കാണാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു എഫക്ട് ഡീപ് ഗ്ലോ എന്തെങ്കിലും ഗ്ലോ ആഡ് ചെയ്യാം. ഓക്കെ എക്സ്ഗ്ലോ എന്തെങ്കിലും ആഡ് ചെയ്യണം. മനസ്സിലായോ? ആ ബ്രോ. ഇപ്പം ചില സൗണ്ട് എഫക്ട്സ് നമ്മൾ ആഡ് ചെയ്തില്ലേ, ഗ്ലിച്ച് പോലെ. ആ അപ്പം അതിൽ വേണം ഇങ്ങനെ കട്ട് ചെയ്ത് വേണം നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഇതുണ്ടോ, മനസ്സിലായോ? ആ ബ്രോ മനസ്സിലായി. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തായിരുന്നു. ആ ബ്രോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ബ്രോ അവിടെ മഴയുണ്ടോ ബ്രോ? ഇവിടെ വൈറ്റ് ചെറുതായിട്ടുണ്ട്, ഇപ്പോൾ ഇല്ല. അവിടെ ഉണ്ടോ? ഇവിടെ ചെറുതായിട്ടൊന്ന് ചാറിയാൽ. ഓ ശരി ശരി. ബ്രോ ബുധനാഴ്ച ഒരു വൈറ്റ് പോലെ എടുക്കാൻ പറ്റുമോ ക്ലാസ്? ഹലോ. ആ ബ്രോ കേൾക്കാം. ആ ഒരു സെക്കൻഡ്, അത് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ
ബ്രോ ഒരു സെക്കൻഡ്. ഓക്കെ. ഇപ്പോൾ അത്ര ഹലോ. ആ ബ്രോ കേൾക്കാം. ഒരു സെക്കൻഡ്. ഇതല്ല ബ്രോ. ആ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആ ലുക്സ് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ. CC ഇല്ലേ, ആ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തിട്ട് കുറച്ച് ഇതിനകത്ത് ആക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ. ഇത് ആഡ് ചെയ്ത് നോക്കണ്ടോ? കളറെല്ലാം തന്നെയാണ് ഫേക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ. മനസ്സിലാകുന്നുണ്ടോ? കണ്ടോ കളർ വന്നാണോ? ആ കാണാം, കുറച്ച് ഡാർക്കായിട്ട്. CC ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് കളർ ചേർക്കണം. നമ്മളൊക്കെ സിമ്പിളായിട്ട് ചെയ്തിട്ടേക്കുന്ന ഇപ്പം ലോഗ് കൂട്ടായാണ് അങ്ങനെ തോന്നിക്കുന്നത്. ഓക്കെ. ഹലോ. ആ കേൾക്കാം ബ്രോ. ഒരു സെക്കൻഡോ. ഓക്കെ. ജസ്റ്റ് ഗൈഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ ലുക്സിന്റെ സാധനം. ആ. ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചുതരാം. ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ. ഹലോ. ആ കേൾക്കാം ബ്രോ. ലുക്സ് ഞാൻ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏത് ഫ്രെയിം എനിക്ക് നേരെ തന്നെ ഒരു കളർ വേണ്ട എന്നുള്ളൊരു ഭാഗം എടുക്കാം. ഈ ഒരു ഭാഗം അല്ല, ഈ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഈ ഒരു ലിപ്പില്ലേ. ഓക്കെ. ഞാൻ ജസ്റ്റ് ഈ എഡിറ്റ് നിൽക്കും. ഓക്കെ. എഡിറ്റ് വെക്കുമ്പോൾ വേറെ വിൻഡോ ഓപ്പൺ ആയി വരും. ഓക്കെ. എന്നിട്ട് നമ്മൾ ടൂൾസ് എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ലട്ടെന്ന് പറഞ്ഞ സംഭവമുണ്ട്, ആ കാണാം. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓൾറെഡി നമുക്ക് ഇൻബിൽഡ് ആയിട്ടുണ്ട് ഓക്കെ. കൺവേർട്ട് ചെയ്ത് ഒറിജിനൽ കളറിലോട്ട് ആക്കാനുള്ളത്. ഓക്കെ. ഓക്കെ. പെസ്ലോഗ് 2 ഇതിലേതാ എടുത്തേക്കുന്നത്? പെസ്ലോഗ് 3. അപ്പോൾ ആദ്യം ലോഗിന്ന് മാറ്റാനുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഈ കളറിസ്റ്റ് എടുക്കണം. കളറിസ്റ്റേക്ക് നമുക്ക് ഓരോ കളർ സെലക്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ. അപ്പം ഈ ഒരു കളറിന്റെ ഇപ്പൊ ഈ വണ്ടിയുടെ കളർ ഇതല്ലേ, ബ്ലൂ കളറാണ്. ഇഷ്ടമില്ല. ആ ജസ്റ്റ് ഇത് കണ്ടോ? ആ ഓക്കെ. ഇവിടെ ആയി കഴിഞ്ഞാൽ റീസെറ്റ് ആവും. ഓക്കെ. പിന്നെ ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓ സാച്ചുറേഷൻ പിന്നെ ഷാഡോ. ഓക്കെ. അയ്യോ ബ്രോ, അത് ബ്രോയുടെ മൗസ് കേട്ട് എൻ്റെ കറക്റ്റ് അല്ല, അതുകൊണ്ട് അങ്ങനെയാണ് ചെറുതായിട്ട് ഇത് നീക്കി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പം ലോഗിന്ന് മാറി ഒറിജിനൽ കളറായില്ലേ. ആ ഇത് നമുക്ക് ബ്രോയ്ക്ക് ഇതൊരു വിൻറ്റേജ് ഷെയ്ഡ് വരണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡുവോട്ടോൺ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ആ കാണാം. ഈ ഡുവോട്ടോൺ ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഷെയ്ഡ് വന്നുണ്ട് ഇവിടെ. ആ ഒരു ഇപ്പം ആ ഷെയ്ഡ് നമുക്ക് ബ്രോയ്ക്ക് ടിൻറ്റു ഇതെല്ലാം ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബ്രോയുടെ രീതിയിലാക്കി എടുക്കാം. ഓക്കെ. ഓക്കെ. ഒരു വിൻറ്റേജ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ. ഓക്കെ. അപ്പം ഈ ഒരു വീഡിയോക്കകത്ത് ഉണ്ടോ ആ ഇപ്പം കളർ വന്നില്ല കറക്റ്റ്. ആ കാണാം. ബ്രോ എനിക്ക് എൻ്റെ ഡെസ്ക് ക്യാൻസലായി. ഇപ്പം പറഞ്ഞത് ബ്രോ ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നാളെ നമുക്ക് മറ്റേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എഫക്റ്റ് ആഡ് ചെയ്തില്ല, മറ്റേ സൈഡിൽ സ്ലൈഡായി പോകുന്നതാണ്. ആ ഓക്കെ. ഓക്കെ.
അത് നമുക്ക് നാളെ എടുക്കാം. നാളെ ഈ സമയം ബ്രോനെ ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ 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 ബ്രോ. ഒരു 10 ആ ശരി. എന്നാ ശരി എന്നാ ബ്രോ. ആ ഓക്കെ ബ്രോ ബൈ. ഓക്കെ.